ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 10ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അമ്മ മാതാവ് വഴി സ്വാഗതം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സ്വർഗാരോപണ തിരുനാളാണ് അമ്മ മാതാവിൻ്റെ. ആ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുക. അച്ഛൻ ഇന്നലെ പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ മാതാവ് ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം. നിങ്ങൾ പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് അച്ഛൻ ഉറച്ചു വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ധാരാളം പുണ്യങ്ങൾ അഭ്യസിച്ച് നമ്മൾ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് കാണും. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ത്രകാല ജപം ചൊല്ലി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഡെലിവറൻസ് പ്രയറാണ്, വിടുതൽ പ്രാർത്ഥനയാണ് കുരിശുവര പ്രാർത്ഥന. വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യുമ്പോൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെടുകയാണ്. എഴുന്നേറ്റ് നിന്ന് ഏറ്റവും പവിത്രയോടെ, ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ആദരവോടെ നമുക്ക് ഈ നിമിഷം വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന് അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ യാത്രയോടെ ഒന്ന് പിടിക്കാമോ? അമ്മ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളാ. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരിക. പുണ്യങ്ങൾ അഭ്യസിക്കണ്ടേ? അമ്മയെപ്പോലെ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരണ്ടേ? ഒരു സ്വർഗീയ യാത്ര ലക്ഷ്യം വെക്കി ജീവിക്കണ്ടേ? നമ്മളെ സഹായിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവ. പാപബോധം തരും, പശ്ചാത്താപം തരും, വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള കൃപ തരും, ജ്ഞാനം തരും, അറിവ് തരും, ആത്മശക്തി തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം ഈ ആത്മാവിന്റെ നിറവിന് വേണ്ടി വലിയ ദാഹത്തോടെ നമ്മൾ ഒന്ന് ചേർന്ന് പാടി ഈ നിമിഷം പ്രാർത്ഥിക്കാനായിട്ട് പോകുക. രണ്ട് കരങ്ങൾ യാതനയോടെ പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ആത്മാവിന്റെ കൃപ കിട്ടാൻ, നമ്മൾ വന്ന പരിശുദ്ധാത്മാവ്, കൈകളിലൂടെ വന്ന പരിശുദ്ധാത്മാവ് ജ്വലിക്കാനായിട്ട് സർവശക്തിയോടെ ആത്മാവിനെ വിളിച്ച് പാടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ.
പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ നിറങ്ങിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ അഗ്നിയിൽ അഗ്നി തെളിച്ചതുപോൽ, സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി തൊരിഞ്ഞതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നും നൽകിടണേ. സമർപ്പിച്ച മക്കളെ, എല്ലാ കാര്യവും നിങ്ങൾ സമർപ്പിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, സഹോദരങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ മക്കളെ സമർപ്പിച്ച് ഈ സ്വർഗാരോപണ തിരുനാൾ ദിവസം അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കും. മക്കളെ, ഈ വിശ്വാസത്തോടെ, ഈ ആഗ്രഹത്തോടെ, ഈ ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ വിളിച്ചു പാടാം. ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കം കാറ്റായി വീശിയടിച്ചതുപോൽ, ഇസ്രായേലിൻ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കം കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ. കൃപയായി വരണേ, മറന്നിറങ്ങണമേ. കൃപയായി വരണേ, മറന്നിറങ്ങണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ, സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം കരമുയർത്തി വിളിച്ചു സ്തുതിക്കട്ടെ. കണ്ണടയ്ക്കാം മക്കളെ, കരങ്ങൾ രണ്ട് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ ചിത്രം മനസ്സിലേക്കൊന്ന് കൊണ്ടുപോകാം. നിന്റെ തൊട്ടടുത്ത അമ്മയുണ്ട്. അമ്മയെ സ്നേഹിക്കുന്ന മക്കളുടെ അടുത്ത് അമ്മയുടെ സാന്നിധ്യമുണ്ടെന്നേ നീ മനസ്സിൽ കാണ്. നിന്നെ സംരക്ഷിക്കുന്ന ഒരമ്മ, നിന്നെ സംരക്ഷിക്കുന്ന ഒരു നീലക്കാപ്പ. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ കൂടെ നടന്ന് നിന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരമ്മ, ജന്മപാപമില്ലാത്തൊരമ്മ. അമ്മയെ മനസ്സിൽ കണ്ടേ മക്കളെ. അമ്മയോട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും കൂട്ടായ്മയും തിരുസഭയും ഈ സൃഷ്ടപ്രപഞ്ചത്തെയും നശിപ്പിക്കാനായിട്ട് നോക്കുന്ന സാത്താന്റെ സകല ആഗ്രഹങ്ങളെയും
പിശാചിന്റെ സകല കുടില തന്ത്രങ്ങളെയും നമ്മുടെ കാൽപ്പീഴിൽ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയണമേ, തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, പ്രകൃതിക്ഷോഭം, പകർച്ചവ്യാധി ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. പരിശുദ്ധി അമ്മേ, ഞങ്ങളുടെ അഭിഭാഷകയായ അമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ നിമിഷം പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച മക്കള് എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കട്ടെ. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഓ മറിയമേ, എനിക്കുള്ളതെല്ലാം, എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അമ്മയുടേതാ. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രതിഷ്ഠാജപം എല്ലാ ദൈവമക്കളും ഉറക്കെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഏറ്റുചൊല്ലാം. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോമിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 10ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും അമ്മ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു വിഷയം പരിശുദ്ധ അമ്മ മാതാവ് വിശ്വാസത്തിൻ്റെ മാതൃക എന്നുള്ള വിഷയമാണ്. പരിശുദ്ധി അമ്മ വിശ്വാസത്തിൻ്റെ മാതൃക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ജനിക്കേണ്ട, വളരേണ്ട, വർദ്ധിക്കേണ്ട, ഫലം ചൂടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്ന പുണ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിച്ച് നോക്കിക്കേ, ഈ ലോകത്തിൽ ഏറ്റവും ആഴത്തിൽ വിശ്വാസമെന്ന പുണ്യം ഹൃദയത്തിൽ ജനിച്ച് വളർന്ന് വർദ്ധിച്ച് ഫലം ചൂടിയ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് പരിശുദ്ധ അമ്മയെ വിശ്വാസത്തിൻ്റെ രാജ്ഞി എന്ന് വിളിക്കുന്നു. ഒപ്പം വിശ്വാസത്തിൻ്റെ അമ്മ എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സിറിൽ ഇപ്രകാരമാണ് പറയുക, അമ്മ മാതാവിനെ കുറിച്ച് പറയുക, അവളുടെ വിശ്വാസത്താൽ ലോകത്തിലെ സകല പാഷാണ്ഡതകളെയും നിഗനിക്കാനുള്ള കൃപ അവൾ നേടിയെടുത്തു. അതുകൊണ്ടാണ് വിശുദ്ധ ഇർനേവുസ് പറയുന്ന കാര്യപ്രകാരമാണ്, ഹവ്വ അവിശ്വസ്തയാൽ താൻ നശിപ്പിച്ച കാര്യങ്ങൾ രണ്ടാം ഹവ്വയായ മറിയം വിശ്വാസത്താൽ നേടിയെടുത്തു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ വിശ്വാസത്തിന്റെ രാജ്ഞിയാണ്, ഒപ്പം വിശ്വാസത്തിന്റെ
അമ്മയാണ് എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട് എന്താണ് വിശ്വാസം. എന്താ പ്രിയപ്പെട്ടവരെ വിശ്വാസം? വചനം പഠിപ്പിക്കുന്നു, കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിച്ചവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി പ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവിക വെളിപാടിനെ ഒരു വ്യക്തി എപ്രകാരം സ്വീകരിക്കുന്നോ അതാണ് വിശ്വാസം. അല്ലെങ്കിൽ ദൈവിക വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവിക വെളിപാട് ഒരു വ്യക്തി സ്വീകരിക്കുന്നത് വിശ്വാസമാണ്. അല്ലെങ്കിൽ ദൈവിക വെളിപാടിന് ഒരു മനുഷ്യൻ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ മറിയത്തിന്റെ ജീവിതം പരിശോധിച്ച് നോക്കിക്കേ. ദൈവദൂതൻ വന്ന് പറയുന്ന സമയത്ത് തനിക്ക് അഗ്രാഹ്യമായിട്ടുള്ള കാര്യം, തനിക്ക് മനസ്സിലാകാത്ത കാര്യം, തനിക്ക് ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്ത കാര്യം, ഇനി അത് മനസ്സിലാക്കിയാൽ അത് തൻ്റെ ജീവിതത്തെ തകർത്ത് കളയാമെന്ന് സാധ്യതയുള്ള കാര്യം, പ്രിയപ്പെട്ടവർ താൻ ഒറ്റപ്പെടാൻ സാധ്യതയുള്ള കാര്യം, ആ കാര്യം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അത് മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രത്യുത്തരം കൊടുത്തവളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഈ യുഗാന്ത്യ സഭയിലേക്ക് കടന്നു വരുന്ന മക്കളെ സംബന്ധിച്ച് കണ്ടുപഠിക്കേണ്ട വിശ്വാസം പരിശുദ്ധ അമ്മ മാതാവിന്റെ വിശ്വാസമാ. എന്താ നീ അമ്മ മാതാവിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ? പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും, അമ്മ മാതാവ് ചിന്തിച്ച് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചവളല്ല, ഇന്ദ്രിയം കൊണ്ട് അനുഭവിച്ചിട്ട് വിശ്വസിച്ചവളല്ല, തൻ്റെ ആത്മാവിന് ഏതൊക്കെ രീതിയിലുള്ള അവകാശങ്ങൾ കിട്ടുമോ പറ്റുമോ അതെല്ലാം സമ്പാദിച്ചിട്ട് വിശ്വസിച്ചവളല്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ, മനസ്സുകൊണ്ട് ഗ്രഹിക്കാതെ, ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കാതെ, ഏതൊക്കെ രീതിയിൽ ആത്മാവിന് അവകാശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ അതൊന്നും സ്വീകരിക്കാതെ പ്രിയപ്പെട്ടവരെ കണ്ണും പൂട്ടി വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ എതിരായിട്ട് നിൽക്കുന്ന സമയത്ത്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത്, ധാർമ്മികത പോലും എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ണും പൂട്ടി വിശ്വസിച്ചവളല്ലേ ഈ പരിശുദ്ധ അമ്മ. ദൂതൻ വന്നിട്ട് പറയുന്നുണ്ട്, ആ കാണുന്ന കാര്യം പറയുന്ന സമയത്ത് നിയമം അനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യമല്ല, വിശ്വാസ പാരമ്പര്യം വെച്ച് ചിന്തിച്ചു നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ കാണുന്ന കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെടും, താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം, അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത ആകാൻ സാധ്യതയുള്ള വ്യക്തി തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാം, കുടുംബം തന്നെ ഉപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന വിപരീത അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സമയത്തും ആ കാണുന്ന ദൂതന് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം സമർപ്പിച്ചതാണ് പരിശുദ്ധ അമ്മ മാതാവിന്റെ വിശ്വാസം. ഈ കാലഘട്ടത്തിൽ നമുക്കും വേണ്ട കാര്യം ഇതാ മക്കളെ. നമ്മുടെ ജീവിതത്തില് എല്ലാം അനുഭവിച്ചിട്ടല്ല വിശ്വസിക്കണ്ടേ. ബുദ്ധി കൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല, ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ എതിരായിട്ട് നിൽക്കാം, ധാർമ്മികത ചിലപ്പോൾ എതിരായിട്ട് നിൽക്കാം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നിനക്ക് കണ്ണും പൂട്ടി നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ മാതാവിന്റെ ജീവിതം പിന്നെ പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു തീർത്ഥാടനമാ പിന്നെ കാണാൻ പറ്റുക. പരിശോധിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, താന് ഒരു കുഞ്ഞിന് ജന്മം, തൻ്റെ ഉദരത്തിൽ കൊടുക്കണ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ഭവനം കിട്ടുന്നില്ല, ഒരു സത്രം പോലും കിട്ടുന്നില്ല. അവസാനം കാലി തൊഴുത്തില് ഈ കാണുന്ന അമ്മ മാതാവ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ആ കാണുന്ന കരങ്ങളിൽ എടുത്തു പിടിച്ചിട്ട് അമ്മ മാതാവ് ഇപ്രകാരം വിശ്വാസത്തോടെ ചിന്തിക്കുക, ഇത് പ്രപഞ്ച നാഥനായിട്ടുള്ള കർത്താവാണെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് ജീവിതം നോക്കിക്കേ. ഹെറോസിന്റെ വാളിന്റെ മുനയിൽ നിന്നും ഈ കാണുന്ന ഉണ്ണി യേശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോഴും തൻ്റെ കയ്യിൽ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി രക്ഷിച്ച പിതാവായ ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവാണ് എന്ന് ഈ അമ്മ മാതാവ് ഉറച്ചു വിശ്വസിക്കുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഈ കുഞ്ഞുവാവയെ പാലൂട്ടി വളർത്തിയപ്പോഴും
ഭക്ഷണം കൊടുത്ത് വളർത്തിയപ്പോഴും ഈ അമ്മ മാതാവ് ഉറച്ചു വിശ്വസിച്ചു ഇത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണെന്ന്. ഈ കുഞ്ഞിനെ ഓരോ ദിവസം കുളിപ്പിച്ചപ്പോഴും, വീണ സമയത്ത് എടുത്ത് എഴുന്നേൽപ്പിച്ചപ്പോഴും, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും, പിച്ച വെച്ച് നടക്കാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്തും ഈ അമ്മ മാതാവ് ഉറച്ചു വിശ്വസിച്ചെന്ന് ഇത് സാക്ഷാൽ യേശുക്രിസ്തു തന്നെയാണെന്ന്. മുന്നോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, പരസ്യ ജീവിതം തുടങ്ങുന്ന സമയത്ത് ചിലർ പറഞ്ഞു ഇവൻ കപടമിശിഹായ, ഇവന് സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുക, ഇവനൊരു വിപ്ലവകാരിയ, ഇവൻ ശരിയായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഈ യേശുക്രിസ്തുവിനെതിരായിട്ട് ഓരോ വ്യക്തികളെ കളിയാക്കുന്ന സമയത്തും ഈ അമ്മ മാതാവ് എന്നാ വിശ്വസിച്ചെന്നറിയാമോ? ഇവനാണ് യഥാർത്ഥത്തില് സത്യത്തില് ദൈവത്തിന്റെ പുത്രനായിട്ടുള്ള യേശുക്രിസ്തു എന്ന് ഈ അമ്മ വിശ്വസിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുന്നോട്ട് കടന്നു പോകുമ്പോൾ കാണാനായിട്ട് പറ്റും, യഹൂദ മതത്തിന്റെ അധികാരികൾ വന്നിട്ട് ഈ യേശുക്രിസ്തുവിനെ വിചാരണ നടത്തുക, തടവിലാക്കുക, അവസാനം പീലാത്തോസ് മരണത്തിലേക്ക് ആനയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ അമ്മ എന്നാ ചിന്തിക്കുന്നതെന്നറിയാമോ? യഥാർത്ഥ വിധിയാളൻ, രാജാധിരാജൻ ഇതാ ഈ കാണുന്ന വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യേശുക്രിസ്തുവാണെന്ന്. അവസാനം കുരിശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഈ സമയത്ത് അമ്മ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ഇല്ലാതപ്പോൾ ദാഹിച്ച് വലയുന്ന മക്കൾക്ക് പാറയിൽ നിന്നും വെള്ളമൊഴുക്കി കൊടുത്ത യഥാർത്ഥത്തിൽ ആ പിതാവായ ദൈവത്തിന്റെ മകനായ ക്രിസ്തുവാണ് ഈ കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത്. കുരിശിലേക്ക് നോക്കിക്കേ, 3 ആണികളാൽ തൂങ്ങിക്കിടക്കുക നഗ്നനായിട്ട്. ആദ്യ മാതാപിതാക്കളുടെ നഗ്നത കുടിപ്പിച്ച ഒരു പിതാവായ ദൈവം. മറിയം ആ സമയത്ത് ചിന്തിച്ചില്ല, പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം ദൂതന്റെ കയ്യിൽ വസ്ത്രം കൊടുത്തു വിട്ടുകൊണ്ട് തന്റെ മകന്റെ നഗ്നത മറയ്ക്കുമെന്ന് അമ്മ വിശ്വസിച്ചില്ല. മറിച്ച് അമ്മ ആ നഗ്നനായിട്ട് കുരിശിൽ 3 ആണികളാൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മ വിശ്വസിച്ച ഒരു വിശ്വാസമുണ്ട്. അത് മറ്റൊന്നുമല്ല, വിജയം വരിച്ച് സ്വർഗത്തിലെത്തുന്ന മക്കളെ വസ്ത്രമണിയിക്കുന്ന, ശുഭവസ്ത്രമണിയിക്കുന്ന ക്രിസ്തുവാണ് ഈ കാണുന്ന കുരിശിൽ നഗ്നനായി കിടക്കുന്നത് എന്ന്. അവസാനം പിതാവിന്റെ മുമ്പിൽ വിളിക്കുന്നുണ്ട്, പിതാവേ, നീയും എന്നെ ഉപേക്ഷിച്ചോ? നീ എന്നെ ഉപേക്ഷിച്ചോ? പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അമ്മ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇതാ ജന്മം നൽകുന്ന, ജീവൻ നൽകുന്ന രാജാതിരാജനായ ക്രിസ്തുവാണ് പരിശുദ്ധ ഈ കാണുന്ന കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു എന്ന്. കല്ലറയിൽ സംസാരിക്കുന്ന സമയത്ത് അമ്മ വിശ്വസിച്ചു ആൽഫയും ഒമേഗയുമാണ് എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ ഒരു വൈരുദ്ധ്യങ്ങളാ, മുറ്റുവനും വിപരീത അനുഭവങ്ങളാ. ഈ വിപരീത അനുഭവത്തിന്റെ സമയത്ത് അല്പം പോലും ഇടറാതെ തൻ്റെ മകനായ ക്രിസ്തുവാണ് സാക്ഷാൽ യേശുക്രിസ്തു എന്ന് ദൈവപുത്രൻ എന്ന് ഉറച്ച് വിശ്വസിച്ചവളാണ് ഈ പരിശുദ്ധ അമ്മ മാതാവ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, കാര്യകാരണങ്ങളില്ലാത്ത ഇരിക്കുന്ന സമയത്തും, ന്യായനായ വാദങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്തും, യുക്തിഭദ്രത ഇല്ലാതിരിക്കുന്ന സമയത്തും, ധാർമ്മികത ഒട്ടും ഇല്ലാതിരിക്കുന്ന സമയത്തും, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത സമയത്തും ഒരു വ്യക്തിക്ക് ഈ കാണുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. എന്ന് വെച്ചാൽ ദൈവം മറഞ്ഞിരിക്കുമ്പോഴും ദൈവം ഉപേക്ഷിച്ചു എന്ന് ഒരവസ്ഥ വരുമ്പോഴും നിനക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് എത്ര മക്കൾക്ക് ഇങ്ങനെയൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ദൈവം മറഞ്ഞിരിക്കുക. നമ്മളൊക്കെ പലപ്പോഴും പറയുന്നില്ല, ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു, ദൈവം എവിടെയാ? ഞാൻ എത്രയോ കാര്യം ചോദിച്ചു, ദൈവം ഉത്തരം തരുന്നില്ലല്ലോ. മറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, എന്നെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവർ, ഈ സമയത്തും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇതാണ് അമ്മയിൽ നിന്നും പഠിക്കേണ്ട വിശ്വാസം എന്ന് പറയുന്ന പുണ്യത്തിന്റെ ആഴം. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നോഹയെക്കാളും അബ്രാഹത്തെക്കാളും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയല്ലേ എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നോഹയുടെ വിശ്വാസം എന്താ? പ്രിയപ്പെട്ടവരെ, ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കാർമേഘം പോലും കാണുന്നില്ല, ഒരു തുണ്ട് കാർമേഘം കാണുന്നില്ല. ഈ സമയത്ത് നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ദൈവം നോഹയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നോഹേ, നീ ഇതാ ജലപ്രളയം വരാൻ പോകുന്നു, അതുകൊണ്ട് ഒരു പേടകം പണിയുക.
കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് മുഴുവനും നോക്കുക നോഹ. ഈ നോക്കുന്ന സമയത്ത് ഒരു കാർമേഘത്തിന്റെ തുണ്ട് കാണുന്നില്ല, പ്രകൃതിയിൽ ഒരു പ്രതിഭാസങ്ങളിലോ ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ എൻ്റെ അപ്പനായ പിതാവായ ദൈവമാണ് പറഞ്ഞത് എന്ന് ഉറച്ചായി വിശ്വസിച്ചുകൊണ്ട് നോഹ പേടകം പണിയുക. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് വേണമെങ്കിൽ ഇപ്രകാരം ചിന്തിക്കായിരുന്നു, പ്രപഞ്ചത്തില് ചില കാര്യങ്ങളൊക്കെ വരട്ടെ, മഴയുടെ കാർമേഘം വരട്ടെ, എന്നിട്ട് പണിയാമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ചിന്തിക്കാതെ പേടകം പണിത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നോഹ. അബ്രാഹത്തിന്റെ വിശ്വാസം എന്താ? വാഗ്ദാനത്തിന്റെ മകൻ ഐസഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ, ധാർമ്മികത നോക്കാതെ, എൻ്റെ അപ്പനാണ് പറഞ്ഞതെന്നുള്ള വിശ്വാസത്തിൽ ആ കാണുന്ന കാര്യം ചെയ്യാനായിട്ട് തയ്യാറായ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അബ്രാഹം. പ്രിയപ്പെട്ടവരെ, ആ മോറിയ മലയാ പിന്നീട് കാൽവരിയായി തീരുന്നേ. ആ കാൽവരിയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രണ്ട് കാര്യമുണ്ട്. അബ്രാഹത്തോട് നീതി കാണിച്ച ഒരു ദൈവം, പക്ഷെ അവിടെ മോശയോട് നീതി കാണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തോട് കരുണ കാണിച്ച ഒരു ദൈവം ആ കാൽവരിയില് പക്ഷേ അമ്മ മാതാവിനോട് കരുണ കാണിക്കുന്നില്ല. തന്റെ മകൻ കുരിശിൽ കിടന്നുകൊണ്ട് നീയും പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചോ എന്ന് കരയുന്ന സമയത്ത് ആ അപ്പൻ, ആ ദൈവം നിശബ്ദനാ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ, അതിന് കുറച്ച് നാൾ മുമ്പ് താബോർ മലയിൽ വെച്ച് ഇപ്രകാരം അപ്പം വിളിച്ചു പറഞ്ഞില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ജോർദാൻ നദിയിൽ വെച്ച് ഇപ്രകാരം വിളിച്ചു പറഞ്ഞില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ പറഞ്ഞ ദൈവം എന്തുകൊണ്ടാണ് കാൽവരിയുടെ നെറുകയിൽ ഇപ്രകാരം വിളിച്ചപ്പോൾ മൗനം പാലിച്ചേക്കണം, നിശബ്ദത എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീതിമാൻ ശിക്ഷിക്കപ്പെടുന്ന സമയം, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്ന സമയം, ധാർമ്മികതയുടെ അടിസ്ഥാനം നഷ്ടമായി പോകുന്ന ഒരു സമയം, ക്രിസ്തു എന്ന വ്യക്തിയും ദൈവരാജ്യം എന്ന ആശയും കുരിശിൽ തറയ്ക്കപ്പെടുന്ന സമയം, ദൈവനീതി വെല്ലുവിളിക്കപ്പെടുന്ന സമയം, സാത്താൻ വിജയം പ്രാപിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു സമയം, പ്രിയപ്പെട്ടവരെ, സ്നേഹം പരാജയപ്പെട്ട ഒരു സമയമാ. ആ സമയം ദൈവം മിണ്ടാതിരിക്കുക. നസ്രത്തിൽ ദൂതന് മറുപടി കൊടുത്ത ദൂതന്റെ വാക്കിൽ വിശ്വസിച്ച മറിയം ഇവിടെ ദൈവപിതാവിന്റെ നിശബ്ദതയിലും വിശ്വസിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ മറിയത്തിന്റെ വിശ്വാസം. ദൈവം മിണ്ടാതിരിക്കുമ്പോഴും ദൈവം നിശബ്ദനായിട്ടിരിക്കുമ്പോഴും വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മ നമുക്കും പറഞ്ഞു തരുന്ന കാര്യത, കുഞ്ഞ്, നീ ഒത്തിരി ചോദിക്കുമ്പോഴും ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും. ദൈവം അറിയാതെ അല്ല കുഞ്ഞ്, ദൈവം മനസ്സിലാക്കാഞ്ഞിട്ടല്ല കുഞ്ഞ്. ചില സമയത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ഇപ്രകാരം ചില കാര്യം ചെയ്യും. ആ സമയത്തും നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ ആ ജീവിതത്തിൽ ജീവിതം മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇടറാതെ നിൽക്കുന്ന ഒരാപമ. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ രീതിയിലുള്ള സഹനങ്ങൾ മാറി മാറി, ജീവിത പരാജയങ്ങൾ മാറി മാറി വന്നപ്പോഴും അല്പം പോലും ഇടറാത്ത ഒരമ്മയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി കഴിഞ്ഞിട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം സുഗന്ധക്കൂട്ടുമായിട്ട് അമ്മ പോയിട്ടില്ല. ശൂന്യമായിട്ടുള്ള കല്ലറ കാണാനായിട്ട് അമ്മ പോയിട്ടില്ല. അവിടെ ഇരിക്കുന്ന ദൂതനെ കാണാനായിട്ട് അമ്മ പോയിട്ടില്ല. തന്റെ മകന്റെ കച്ചി അവിടെ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കാണാനും അത് എടുത്തു വെക്കാനായിട്ട് അമ്മ പോകുന്നില്ല. കാരണം അമ്മയ്ക്കറിയാം, എൻ്റെ മകൻ ദൈവപുത്രൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയതയുണ്ട്. അത്ഭുതം കണ്ടിട്ടല്ല മക്കളെ വിശ്വസിക്കണ്ടേ, അത്ഭുതമില്ലാത്തപ്പോഴും വിശ്വസിക്കണം. അത്ഭുതം ഉണ്ടാകുമ്പോഴല്ല വിശ്വസിക്കേണ്ട, അത്ഭുതം ജീവിതത്തിൽ നടക്കാത്ത സമയത്തും വിശ്വസിക്കുന്നവളാണ് യഥാർത്ഥ വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതിന്റെ തെളിവല്ലേ മക്കളെ, അല്പം പോലും അമ്മ മാതാവ് ഇടറാത്തത് കൊണ്ടല്ലേ ഇന്ന് വരെ പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നീട് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഒരിക്കൽ പോലും ഈശോ ഉദ്ധാനം ചെയ്തതിനു ശേഷം ഒരിക്കൽ പോലും പിന്നീട് അമ്മ മാതാവിന് പ്രത്യക്ഷപ്പെട്ടു. കാരണം പ്രത്യക്ഷപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? വിശ്വാസത്തിൽ ഇളക്കം വന്നവർക്ക് വിശ്വാസം വളർത്താനും വർദ്ധിപ്പിക്കാനുമാ പ്രത്യക്ഷീകരണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവന് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ല.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടാത്ത. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, യുഗാന്ത്യ സഭ അന്ത്യകാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അത്ഭുതം പിൻവലിക്കപ്പെടുന്ന ഒരു സമയം വരും. അടയാളങ്ങൾ പിൻവലിക്കപ്പെടുന്ന ഒരു സമയം വരും. ദൈവം സംസാരിക്കാത്ത ഒരു സമയം വരും. ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്ന ഒരു കാലം വരും. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എനിക്ക് ദൈവത്തിലും ദൈവത്തിൻ്റെ സഭയിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ ഇന്ന് ആത്മശോധന ചെയ്യണ്ടേ? ഞാൻ ദൈവത്തിലും ദൈവത്തിൻ്റെ സഭയിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഈ കാണുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വിശ്വാസം എന്ന പുണ്യം. അത് ചുമ്മാ നമ്മൾ എന്തെങ്കിലും കാണിച്ച് വിശ്വാസമല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു കാര്യം വന്ന് നമ്മുടെ ജീവിതത്തെ കയറി തൊട്ടപ്പോൾ എത്രയോ മക്കളുടെ വിശ്വാസമാണ് നഷ്ടപ്പെട്ടെ. താൻ ചോദിക്കുന്ന കാര്യം കിട്ടാതാകുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ആള്, ഇല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒരു ദിക്താനുഭവം വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ആള്. നമുക്കറിയാം പ്രിയപ്പെട്ടവർ, ഇപ്രകാരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ വിശ്വാസം ഉപേക്ഷിക്കപ്പെടുന്ന മക്കളോട് പറയുവാണ്, എൻ്റെ അമ്മയെ കാണ്, അമ്മയുടെ വിശ്വാസം കണ്ട് പഠിക്ക് എന്ന് വെച്ചാൽ ദൈവം മറഞ്ഞിരിക്കുന്ന സമയത്തും അമ്മ വിശ്വസിച്ചു, ദൈവം സംസാരിക്കാത്ത സമയത്തും അമ്മ വിശ്വസിച്ചു, ദൈവം നിശബ്ദനായ സമയത്തും അമ്മ വിശ്വസിച്ചു, അത്ഭുതങ്ങൾ കാണാത്ത സമയത്തും അമ്മ വിശ്വസിച്ചു. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും വിശ്വസിക്കാനാ ദൈവം നമ്മളോട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യനാളില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാ: ഈ അപ്പൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. നമ്മൾ തിരിച്ചറിയണം, യുഗാന്ത്യ സഭയിലെ ദൈവമക്കൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ആരും ഇത് ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവന്റെ ജീവിതം, പരസ്യജീവിതം തുടങ്ങിയപ്പോൾ തച്ചന്റെ മകനാണ് എന്ന് പറഞ്ഞ് പലരും കളിയാക്കി, ദൈവത്തിൽ വിശ്വസിച്ചില്ല. കുരിശിൽ ഇതുപോലെ കടന്ന് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്തു ഇത് യഥാർത്ഥ രക്ഷകനല്ല എന്ന് ചിന്തിച്ച് ആ രീതി വിശ്വസിച്ചു പോയി. ഈശോയുടെ യുഗാന്ത്യ സഭയ്ക്ക് നേരിടാൻ പോകുന്ന അവസ്ഥ ഇതാ: സഭ ബലഹീനമാക്കപ്പെടുന്ന ഒരു സമയം വരും. സഭ തകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം വരും. സഭ വിരൂപമായ ഒരവസ്ഥയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അന്നാ സഭയിലും അന്നാ ദൈവത്തിലും ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിൽക്കണം. അപ്രകാരം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചൂടുവാനും പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വിശ്വാസം ആഴപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ശരിക്കും ധ്യാനിക്കണം മക്കളെ. മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടേ. എന്തൊരവസ്ഥ വന്നാലും, എത്ര ബലഹീനമാക്കപ്പെട്ട അവസ്ഥ വന്നാലും, എത്ര കൊള്ളില്ല എന്ന് എൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞാലും എൻ്റെ സഭയെ ഞാൻ വിടില്ല, എൻ്റെ ദൈവത്തിൽ ഞാൻ വിടില്ല. എന്തൊക്കെ എനിക്ക് പറ്റില്ലാത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ ദൈവത്തെ ഞാൻ മറക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം ഏറ്റു പ്രഖ്യാപിക്കാനും ജീവിക്കാനും പറ്റിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സ്വർഗം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ അമ്മയെ മുറുകെ പിടിച്ച് നമ്മുടെ ആത്മാവിലും ഈ കാണുന്ന പുണ്യം ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചൂടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പരിശുദ്ധ അമ്മ തൻ്റെ മക്കളോട് സംസാരിക്കുന്ന കാര്യം ഏറ്റവും ആഴത്തിൽ നമുക്കൊന്ന് കേൾക്കാനായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരം ദൈവം എല്ലാവർക്കും നൽകട്ടെ. ആമേൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത് മനസ്സിൽ കോറിയിടുക. എൻ്റെ വിമലഹൃദയ ഭക്തി ആന്തരികമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അത് പുറപ്പെടണം. നിങ്ങളുടെ ആത്മാവിൽ അത് വളർത്തപ്പെടണം. എന്നോടുള്ള സമർപ്പണം സമ്പൂർണമാകുമ്പോൾ നിങ്ങളുടെ അമ്മയായ എന്നിൽ നിങ്ങൾക്ക് ശിശുസഹജമായ വിശ്വാസം ഉണ്ടാകും. എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ആത്മാവിന് എൻ്റെ വിമല ഹൃദയത്തിലേക്ക് അണയാം. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ലാളിത്യത്തോടെ, എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാറ്റിനും ഉപരിയായും നിങ്ങൾ എന്നിലേക്ക് തിരിയും. നിങ്ങളുടെ സംശയങ്ങളിൽ പ്രകാശം ലഭിക്കാൻ, വഴിതെറ്റി അലയുമ്പോൾ നേർവഴിയിലേക്ക് തിരികെ വരുവാൻ, നിങ്ങളുടെ പ്രതീക്ഷയായി കുരിശു വഹിച്ച് ദുഃഖിച്ച് കഷ്ടപ്പെടുമ്പോൾ നിന്നെ ഞാൻ ആലിംഗനം ചെയ്ത് ധൈര്യപ്പെടുത്താനും മുൻപോട്ട് നയിക്കാനും. ഇവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന നിങ്ങളോടുള്ള അപാര സ്നേഹത്താലാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്നുള്ള കൃപകൾ ശേഖരിച്ചു വെക്കുവിൻ.
പരിശുദ്ധാത്മാവ് ആവസിക്കുവാനായി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നിടുക. കൈകൾ വിരിച്ച് തുറന്ന നെഞ്ചകം കാട്ടിക്കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുണരട്ടെ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ ഇണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ ഇണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ ഇണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ ഇണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടും. കരമുയർത്തി സ്തുതിക്കാമോ? എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. അടിച്ച് കരഘോഷത്തോടെ അമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് വിശ്വാസത്തിന്റെ പുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ മക്കളെ. ആ വിശ്വാസ ചൈതന്യം ആഴത്തിൽ വരട്ടെ. ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം അമ്മയിലുള്ള വിശ്വാസം പോലെ അങ്ങേ ചിറകിൻ മറവിലാണു വിശുദ്ധരിൽ നിറഞ്ഞ വിശ്വാസം, വിശ്വാസം വർദ്ധിപ്പിക്കണേ. രക്തസാക്ഷികളിലുള്ള വിശ്വാസം, അതേ വിശ്വാസം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാത്ത ആരാധന, 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 കരമുയർത്തി വിളിച്ച് യേശുവേ
ജ്വലിപ്പിക്കണേ അപ്പാ, വിശ്വാസത്തിൽ ജ്വലിപ്പിക്കണേ അപ്പാ, വിശ്വാസത്തിൽ ആഴപ്പെടുത്തണേ അപ്പാ, വിശ്വാസത്തിൽ ആഴപ്പെടുത്തണേ അപ്പാ, അവിശ്വാസം എടുത്തു മാറ്റണേ അപ്പാ, ഈശോ സംസാരിക്കാത്തപ്പോഴും വിശ്വസിക്കാനുള്ള ക്രമ നൽകണേ അപ്പാ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിൽ സ്ഥിരത നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർക്കാം മക്കളെ. ഈശോയെ നോക്കാം, ഈശോയെ നോക്കാം. പരിശുദ്ധ അമ്മ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല വിശ്വസിച്ച്, മനസ്സുകൊണ്ട് ഗ്രഹിച്ചിട്ടല്ല വിശ്വസിച്ച്, ഇന്ദ്രിയം കൊണ്ട് അനുഭവിച്ചിട്ടല്ല വിശ്വസിച്ച്, ആത്മാവിന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയിട്ടല്ല വിശ്വസിച്ച്, കണ്ടും പൂട്ടി വിശ്വസിച്ചു. ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ വിശ്വസിച്ചു. പ്രപഞ്ചം എതിരായി നിൽക്കുക, ബുദ്ധി എതിരായി നിൽക്കുക, യുക്തി എതിരായി നിൽക്കുക, ധാർമ്മികത എതിരായി നിൽക്കുക. ആ സമയത്ത് അമ്മ വിശ്വസിച്ചില്ലേ, ഇതാ കർത്താവിന്റെ ദാസി. പറ്റുമോ മക്കളെ? നമുക്ക് പറ്റുന്നുണ്ടോ മക്കളെ? നമുക്ക് തളരുന്നൊരു മക്കളല്ലേ നമ്മള്? നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ നോക്കുമ്പോ ഇതൊന്നും ശരിയല്ല, നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ടില്ല. ഈ കാണുന്ന ലോകം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നേ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുവോ? ദൈവം ഉണ്ടെങ്കിൽ എന്റെ കുടുംബം ഇങ്ങനെ ആവോ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ വന്നു? ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയല്ലേ? ചോദ്യം ചെയ്യപ്പെടുവല്ലേ നമ്മൾ പലപ്പോഴും? പരിശുദ്ധ അമ്മയെ കണ്ട മക്കളെ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ജീവിതം മുഴുവനും വൈരുദ്ധ്യ വിപരീത അനുഭവങ്ങളാ. രാജാതിരാജൻ പ്രപഞ്ച കർത്താവ് ഉദരത്തിൽ കിടക്കുമ്പോൾ ജനിക്കാൻ സ്ഥലമില്ലാത്ത ഒരു കാലം. പക്ഷെ ജനിപ്പിച്ചപ്പോ അമ്മ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് പ്രപഞ്ച കർത്താവാട്ടോ. അമ്മ വായിച്ചൊരു കാര്യമുണ്ട്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും ചെങ്കടൽ കടത്തിക്കൊണ്ടുപോയ ഇസ്രായേൽ മക്കളെ കടത്തിക്കൊണ്ടുപോയ ഒരു കർത്താവ്, ഒരു ദൈവം. ഹെറോദോസിന്റെ വാളിന്റെ മുന്നിൽ നിന്നും അമ്മ ഈ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കയ്യിലെടുത്തപ്പോൾ അമ്മ ഉറച്ചു വിശ്വസിച്ചു, ഇതാന്നേ ആ ദൈവത്തിന്റെ പുത്രൻ. ഓരോ ദിവസവും അമ്മ പാലൂട്ടി, ഓരോ ദിവസവും അമ്മ ഓരോ കുഞ്ഞു ഭക്ഷണം വായിൽ വെച്ചു കൊടുത്തു. അമ്മ അപ്പ ചിന്തിച്ച ചിന്തയുണ്ടല്ലോ, ഞാൻ ഈ വളർത്തുന്നത്, ഈ പാല് കൊടുക്കുന്നത് പ്രപഞ്ച കർത്താവിന് തന്നെയാണെന്ന് അമ്മ മുന്നോട്ട് ചിന്തിച്ചേ. പ്രിയപ്പെട്ടവരെ, പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് തച്ചന്റെ മകനെന്ന് ആക്ഷേപിച്ചു, തലയ്ക്ക് സ്ഥിരതയില്ലാത്തവൻ എന്ന് പറഞ്ഞു, വിപ്ലവകാരി എന്ന് പറഞ്ഞു, കപടമിശിക എന്ന് പറഞ്ഞു. ആളുകൾ അപ്രകാരം കളിയാക്കിയപ്പോഴും അമ്മ തളർന്നില്ല മക്കളെ. അമ്മ ഉറച്ചു വിശ്വസിച്ചു, ഇതാണ് ദൈവത്തിന്റെ പുത്രൻ, യഥാർത്ഥ വിധിയാളൻ. നമ്മുടെ ജീവിതം നോക്കിക്കേ, ഇടറാത്ത ജീവിതം, പതറാത്ത ജീവിതം. മക്കളെ, യഹൂദ അധികാരികള്, മതാധികാരികള് വിചാരണ ചെയ്ത് തടവിലാക്കി പിലാത്തോസ് വിധിവാചകം ഉച്ചരിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ടോ, രാജാതിരാജനാ, ഇതാ ഈ മകൻ. അങ്ങനെയാ വിശ്വസിച്ചേ. കുരിശിൽ കിടന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, പാറയിൽ നിന്നും ജലം ഒഴുക്കിയ ദൈവത്തിന്റെ പുത്രനാണ് ഈ ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞതാ അമ്മ. നഗ്നനായി കിടന്നപ്പോൾ
ഇതാ വിജയം വരിച്ചു സ്വർഗത്തിലെത്തുന്നവർക്ക് ശുഭവസ്ത്രം അണിയിക്കുന്നവനാണ് ഈ കാണുന്ന നഗ്നനായി കിടക്കുന്നത് രാജാതിരാജൻ എന്ന് വിശ്വസിച്ചവളാ അമ്മ. മക്കളെ, എവിടെ അമ്മയ്ക്ക് പ്രത്യാശ വരുന്ന കാര്യം ഉണ്ടായേ? അമ്മയുടെ ജീവിതം മുഴുവൻ ഇതുപോലെ വൈരുദ്ധ്യമാ. പക്ഷെ ഒരിക്കലും ആ വിശ്വാസം ക്ഷയിച്ചിട്ടില്ല, തളർന്നിട്ടില്ല, ഉറച്ചു വിശ്വസിച്ചു. നമുക്ക് പറ്റുന്നുണ്ടോ മക്കളെ? സങ്കടക്കടലിൽ, സഹനത്തിന്റെ തീച്ചൂളയിൽ, തകർച്ചയുടെ നടുവില് വിളിച്ചിട്ടും വിളി കേൾക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വാസം ഇടറിപ്പോയോ? ഈ ദൈവം എവിടെയാ? ദൈവം മറഞ്ഞിരിക്കുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ, ദൈവം സംസാരിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ പതറിപ്പോയോ മക്കളെ? ഞാൻ ഇടറിപ്പോയോ മക്കളെ? വിശ്വാസം ഉപേക്ഷിച്ചാലോ? ചിന്തിച്ചോ മക്കളെ? അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പ് ചോദിച്ച് ആ കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്റെ ഉള്ളിൽ ഒന്ന് വിശ്വാസം വർദ്ധിപ്പിക്കുക. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും അപ്പനെ ഉപേക്ഷിക്കാതെ, അപ്പനെ തള്ളിക്കളയാതെ, അപ്പനെ മറക്കാതെ ഒന്ന് ജീവിക്കാൻ, വിശ്വസിക്കാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് ഉള്ളൊരുക്കി എല്ലാ മക്കളും ഒന്ന് വിളിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരു നിമിഷം കൂടി പരിശോധിച്ച് നോക്കിക്കേ മക്കളെ. നീതി കിട്ടാത്ത ഒരമ്മ കാൽവരിയിൽ, കരുണ ലഭിക്കാത്ത ഒരമ്മ കാൽവരിയിൽ, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവ് വിളിച്ചു പറഞ്ഞിട്ട് അവസാനം കാൽവരിയുടെ നെറുകയിൽ 3 ആണികളാൽ തൂങ്ങിക്കടന്ന് ആ സമയത്ത് അപ്പാ എന്ന് വിളിച്ച സമയത്ത് വിളി കേൾക്കാതെ നിശബ്ദത പാലിച്ച ഒരു ദൈവം, സ്നേഹം പരാജയപ്പെട്ട നിമിഷം, നീതി വെല്ലുവിളിക്കപ്പെട്ട ഒരു നിമിഷം, സാത്താൻ വിജയിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അമ്മ പതറിയില്ലാട്ടോ. നിങ്ങൾ കേട്ടതേ, നിശബ്ദനായി ദൈവം നിശബ്ദനായിരുന്നപ്പോഴും അമ്മ അടിയുറച്ചു വിശ്വസിച്ചു. എത്രയോ കാര്യമാ, എത്ര നാളായിട്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാ, ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാ, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചില തടസ്സം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചില രോഗം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന. പക്ഷെ അപ്പൻ നിശബ്ദനായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഈ അപ്പനെ മറന്നിട്ട് മറ്റു പലതിലും വിശ്വസിക്കാൻ പോയോ? മറ്റു പലതിനെ അന്വേഷിക്കാൻ പോയോ? ജീവജലത്തിന്റെ അരുവി വിട്ടോ? പൊട്ടക്കിണർ തപ്പിയോ? തമ്പുരാന്റെ മുമ്പിൽ ഇപ്രകാരം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് മാപ്പ് ചോദിച്ചപ്പാ, എത്ര നിശബ്ദനായിട്ടിരിക്കുമ്പോഴും എന്നെ ഒന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുത്തി അപ്പാ, അപ്പനിൽ വിശ്വസിക്കാനുള്ള ഒരു കൃപ എനിക്കൊന്ന് തരണമേ എന്ന് ഉള്ളൊരുക്കി 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് ആ വിശ്വാസം കിട്ടാൻ വേണ്ടി ഒരുമിച്ച് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. രക്തത്തിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരുരക്തത്തിൻ മറവിൽ ആണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരു നിമിഷം കൂടി പരിശോധിച്ച മക്കളെ, അമ്മയ്ക്കൊരു വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ആഴ്ചയുടെ ആദ്യ ദിവസം സുഗന്ധദ്രവ്യവുമായിട്ട് പോകാത്തെ, ശൂന്യമായ കല്ലറ കാണാൻ പോകാത്തെ, ദൂതനെ കാണാൻ പോകാത്തെ, കച്ചയെടുക്കാൻ പോകാത്തെ. അമ്മ വിശ്വസിച്ചു. അടയാളം കണ്ടിട്ടില്ല മക്കളെ.
നമ്മുടെ ജീവിതം എങ്ങനെയാ? അടയാളങ്ങളുടെ പിന്നാലെ പരക്കം പായും അല്ലേ? നമ്മൾ പഠിച്ചോ മക്കളെ? ഈ കൊറോണയുടെ കാലത്ത് നമ്മൾ ഈ അടയാളം തേടിപ്പോയിട്ട് അവസാനം കൊറോണ വന്നപ്പോൾ അടയാളം കാണാത്തപ്പോൾ വിശ്വാസം പതറിപ്പോയ ജനതയാണോ നമ്മൾ? ചിന്തിച്ച് നോക്കിക്കേ. ആ കാണുന്ന മാരക രോഗം ഒന്ന് വിട്ടുമാറിയപ്പോൾ വീണ്ടും എന്റെ അപ്പനിൽ അടിയുറച്ചുള്ള വിശ്വാസമാണോ, അതെയോ അടയാളങ്ങളും അത്ഭുതം നടത്തേക്കുള്ള പരക്കം പാച്ചിലാണോ ഇന്ന് ഞാൻ ചെയ്യുന്നത്? പരിശോധിക്കണം മക്കളെ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ? എവിടെയാ വലിയ അടയാളം നടക്കുന്നത്, എവിടെയാ വലിയ അത്ഭുതം നടക്കുന്നത്, അവിടെ ഞാൻ ഓടും. എന്തേ എന്റെ ഭവനത്തിൽ ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റാത്ത, എന്റെ ഇടവകയിൽ എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റാത്ത, എന്റെ കുടുംബാന്തരീക്ഷത്തിൽ, എന്റെ ദേവാലയ കുദാശയിൽ എനിക്ക് എന്റെ അപ്പനെ കണ്ടുമുട്ടാൻ പറ്റാത്ത എന്തേ? അത്ഭുതം കാണാത്തപ്പോഴും അടയാളങ്ങൾ പിൻവലിക്കപ്പെട്ട സമയത്ത് എനിക്ക് എന്റെ ഈശോയിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ചോദിച്ച കാര്യം കിട്ടാതെ വന്നപ്പോൾ, ലഭിക്കാതെ വന്നപ്പോൾ, അത്ഭുതം വരാതെ വന്നപ്പോൾ വിശ്വസിച്ചിരുന്നുണ്ടോ? തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം അപ്പന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട്, അപ്പാ വിശ്വാസ ചൈതന്യം, വിശ്വാസ പുണ്യം എന്റെ ആത്മാവിൽ ജനിപ്പിക്കണേ, വളർത്തണേ, അഭിഷേകമാക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ആ വിശ്വാസത്തിന് വേണ്ടി വിളിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 തിരുരക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരുരക്തത്തിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഒരു നിമിഷം കൂടി പരിശോധിച്ച മക്കളെ, വിശുദ്ധർ, ഓരോ വിശുദ്ധരും വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാ. രക്തസാക്ഷികൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാ. പക്ഷെ നമുക്കുണ്ടോ? വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ആ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന വലിയ പീഡകൾ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാറുണ്ടോ? മണിപ്പൂരിലെ അവസ്ഥ എന്റെ വ്യക്തി ജീവിതത്തിൽ വന്നാൽ എന്താ ഞാൻ ചെയ്യുന്നത്? എന്റെ ഈശോയെ ഞാൻ ഇട്ടിട്ട് പോകുമോ? ഈശോയെ ഞാൻ ഉപേക്ഷിക്കുമോ? നമ്മൾ കണ്ടില്ലേ മക്കളെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 20 മക്കളെ മുട്ടുകുത്തി കണ്ണ് കെട്ടി നിർത്തി. ജിഹാദി ജോൺ കഴുത്തിൽ കത്തി വെച്ചു. 19 എണ്ണത്തിന്റെ കഴുത്തറുത്തു. 20ാമത്തത് ക്രിസ്ത്യാനിയല്ല. 19 എണ്ണം അറക്കപ്പെട്ടത് കണ്ടപ്പോൾ അവൻ വിശ്വസിച്ചു, ഇതാണ് ക്രിസ്തു, ഇതാണ് യഥാർത്ഥ ദൈവം. അക്രൈസ്തവൻ കഴുത്ത് വെച്ചു കൊടുത്തു, എന്നെ 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 മുറിച്ചോ. നിന്റെ കഴുത്തിൽ ഇതുപോലെ ഒരു വാള് വന്നാൽ, ഒരു കത്തി വന്നാൽ, നിന്റെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കോ ഉപേക്ഷിക്കോ? മാരക പീഡകൾ നിന്റെ ജീവിതത്തിൽ മാറി മാറി വരുമ്പോൾ വിശ്വാസം ഉപേക്ഷിക്കോ മുറുകെ പിടിക്കോ? അപ്പന്റെ മുന്നിൽ സമർപ്പിക്കണം മക്കളെ. ഈ ലോകത്തിന് വേണ്ടി സമർപ്പിക്കണം. അപ്പാ, അനേകർ വിശ്വാസത്തിൽ നിന്ന് പോകുക, യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പോകുക, കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പോകുക, മാതാപിതാക്കൾ വിശ്വാസത്തിൽ നിന്ന് പോകുക, വൈദികർ നഷ്ടപ്പെടുക. അപ്പാ, വിശ്വാസം വളർത്തണം. ഈ ലോകത്തിലെ സകല ക്രൈസ്തവരുടെ വിശ്വാസം ജ്വലിപ്പിക്കണം. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തിലെ സകല ക്രൈസ്തവരുടെയും വിശ്വാസം വളരുവാൻ, വർദ്ധിക്കാൻ, ഫലം ചൂടാനായിട്ട് ഒരിക്കൽ കൂടി ഉറക്കൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം
വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസം വളരണം, വർദ്ധിക്കണം, ഈ പുണ്യം ജനിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ സ്ക്രീനിൽ പുണ്യങ്ങൾ എഴുതി കാണിക്കും. വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ. ആ കാണുന്ന കാര്യം നന്നായിട്ട് വായിക്കുക, അത് അഭ്യസിക്കാൻ കൃപ മേടിക്കുക. എന്നിട്ട് നാളത്തെ പകൽ സമയം മുഴുവനും ഈ പുണ്യം അഭ്യസിക്കണം, ജീവിക്കണം, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. അതിനുള്ള കൃപാവരം പരിശുദ്ധി അമ്മയിലൂടെ സകല മക്കൾക്കും ഈശോ നൽകട്ടെ. ആമേൻ.